ഹലോ എവ്രി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആണ് നമ്മുടെ SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. SBI ക്ലർക്ക് ഏറ്റവും കൂടുതൽ വാക്കൻസിയോടെ തന്നെയാണ് ഇപ്പോൾ SBI ക്ലർക്ക് വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ 2024 നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും 2025 എന്നുള്ള രീതിയിലായിരിക്കും എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുന്നത്. എന്തായാലും ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി ഇത്രയും നല്ലൊരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബാങ്കിങ്ങിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചാൻസ് തന്നെയാണ് ഈ പറയുന്ന SBI ക്ലർക്ക് 2024 നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മച്ച് അവൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് SBI ക്ലർക്ക് നോട്ടിഫിക്കേഷൻ 2025 എന്ന് പറയുന്നത്. അതിന്റെ ബാങ്കിങ് ആസ്പിറൻസ്, ബാങ്കിങ് ജോലിക്ക് വേണ്ടി താല്പര്യപ്പെടുന്നവർ അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടറിലേക്ക് പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല ചാൻസ് ആണ് ഈ SBI ഒരുക്കുന്നതെന്ന് പറയുന്നത്. ഏറ്റവും നല്ല ബാങ്ക് ആണല്ലോ, നിങ്ങൾക്ക് അറിയാലോ, പബ്ലിക് സെക്ടർ ബാങ്കിൽ തന്നെ ഇന്ത്യസ് ലാർജസ്റ്റ് ബാങ്ക് ആണ്. അതിലൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഇപ്പൊ റിലീസ് ചെയ്തിരിക്കുന്നത് ജൂനിയർ അസോസിയേറ്റ്, അതായത് ക്ലറിക്കൽ കാഡർ പോസ്റ്റിലേക്കാണ്. അത് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് എന്ന വിഭാഗത്തിൽ ജൂനിയർ അസോസിയേറ്റ്സ് എന്ന രീതിയിൽ ജൂനിയർ അസോസിയേറ്റ്സ്. ഇത് പിന്നെ എന്താവും, ഓരോ പ്രൊമോഷൻ കഴിയുമ്പോൾ സീനിയർ ആവും. അങ്ങനെയെല്ലാം ഓരോ പോസ്റ്റിലേക്ക് ഇത് എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് ഇത് പിന്നെയും മാറാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് കയറുന്നത് എന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. അതിനെ പറയുന്നത് ജൂനിയർ അസോസിയേറ്റ്സ് എന്നാണ്. കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, എൻട്രി വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് മറക്കണ്ട. ക്ലറിക്കൽ നോട്ടിഫിക്കേഷൻ വന്നത് 16 ഡിസംബറിനാണ്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് 17 ഡിസംബർ തൊട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 7th ജനുവരി ആണ്. ജനുവരി 7 വരെ നിങ്ങൾക്ക് എന്തുണ്ട്, ടൈം ഉണ്ട്. ഈ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. കാരണം എനി ഗ്രാജുവേറ്റ്സ് ക്യാൻ അപ്ലൈ ആണ്. ഗ്രാജുവേറ്റ്സ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ പോലും, നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്. അതിന് വേണ്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി. അതിന്റെ ഡേറ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. നമുക്ക് ഇന്റർവ്യൂ ഒന്നുമില്ല. സാധാരണ ബാങ്കിങ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കുന്ന മറ്റൊരു സാധനം എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, ഇന്റർവ്യൂ സെക്ഷൻസ് ആണ്. അതിന്റെ എന്താണ്, ഇന്റർവ്യൂ സെക്ഷൻസ് ആണ്. അപ്പൊ ഇത് ഇത്തവണ നമുക്ക് എന്തില്ല, അങ്ങനെ ഒരു ഇന്റർവ്യൂ സെക്ഷൻ തന്നെ ഇല്ല. ഇപ്പൊ നമുക്ക് പ്രിലിംസും മെയിൻസും എന്ന് പറഞ്ഞ 2 എക്സാം ക്വാളിഫൈ ആയാൽ മാത്രം മതി. നിസ്സാരമല്ല, എന്നാൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യമാണ് അതെന്ന് പറയുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ടൈമിലായിരിക്കും നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ആ ഒരു ടൈം ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിലിംസ് വരുന്നത് എന്നാണ്, പ്രിലിംസ് വരുന്നത് നമ്മുടെ ഫെബ്രുവരി ടൈമിലും മെയിൻസ് വരുന്നത് മാർച്ച്, ഏപ്രിൽ ടൈമിലും ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഡിസംബർ 17 തൊട്ട് 7 ജനുവരി വരെയാണ് നിങ്ങൾക്ക് ഡേറ്റ് ഉള്ളത്. അത് കഴിഞ്ഞ് പ്രിലിംസ് വരുന്നത് ഫെബ്രുവരി, മെയിൻസ് വരുന്നത് മാർച്ച്, ഏപ്രിലുമാണ്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു 13,735 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സൂം ഔട്ട് ആവുന്നുണ്ടല്ലേ? ഓക്കെ, എന്തായാലും മനസ്സിലാക്കുക. ടോട്ടൽ വാക്കൻസീസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് വരുന്നത്, 14,194 വാക്കൻസീസ് ആണ് വരുന്നത്. 14,194 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക 13,735 എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ 14,794 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാക്ക്ലോഗ് വാക്കൻസീസും കൂടെ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം റിക്രൂട്ട്മെന്റ് പലതവണയായിട്ട് വിളിക്കാറുണ്ടല്ലോ, ആ റിക്രൂട്ട്മെന്റിൽ ഫില്ലപ്പ് ചെയ്യാത്ത കുറെ വാക്കൻസീസ് കാണുമല്ലോ, അതും കൂടെ എന്ത് ചെയ്യും, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ ഇൻക്ലൂഡ് ചെയ്യും. അതിനെയാണ് ബാക്ക്ലോഗ് വാക്കൻസീസ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഫില്ലപ്പ് ചെയ്യാത്തതിന് വീണ്ടും അവർ എന്ത് ചെയ്യും, അഡീഷണൽ റിക്രൂട്ട്മെന്റ് ആയിട്ട് എടുത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പം റെഗുലർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സ്, ഇത്തവണ വിളിച്ച റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 13,735 വാക്കൻസി വെച്ചിട്ടാണ്. ടോട്ടൽ 14,000 സംതിങ് വാക്കൻസി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള സീറ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാക്ക്ലോഗ് വാക്കൻസി എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, 14,000 പുറത്ത് വാക്കൻസീസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കോളുക. ഇനി അടുത്ത കാറ്റഗറി വൈസ് ആൻഡ് സ്റ്റേറ്റ് വൈസ് SBI റെഗുലർ വാക്കൻസി ലിസ്റ്റ് ആണ്. നമ്മൾ 13,735 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പറയും, നമുക്കറിയാം സ്റ്റേറ്റ് വൈസ് വാക്കൻസി ആണ്. SBI എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്കൻസി ലിസ്റ്റിംഗ് വിളിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കേരള എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ആണ് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തുണ്ട്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് ചോദിക്കുന്ന ടെസ്റ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്ത്, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഗുജറാത്തിലൊക്കെയാണ് കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്തി എന്ന് പറയുന്ന റീജിയണൽ ലാംഗ്വേജിന്റെ ടെസ്റ്റ് അവർ നടത്തും. അപ്പം നിങ്ങൾക്ക് ഗുജറാത്തി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1,773 വാക്കൻസി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം 3rd സ്റ്റേജ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്.
ആ ലാംഗ്വേജ് നിങ്ങൾ ക്വാളിഫൈ ആവണം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ കേരളയിൽ തന്നെ വെക്കുക. ഇനി തമിഴ് അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ, തമിഴ് എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാടും വെക്കുന്നത് ഓപ്ഷനബിൾ ആണ് കേട്ടോ. പക്ഷെ മെയിൻ ആയിട്ട് ഒരു സ്റ്റേറ്റിൽ നമുക്ക് വെക്കാൻ പാടുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ കേരള തന്നെ വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇതാണ് വാക്കൻസി ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേറ്റിന്റെ മധ്യപ്രദേശിലൊക്കെ 1317 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഇപ്പൊ എവിടെയാണ് നമുക്ക് നോക്കേണ്ടത്, ഇതെല്ലാം ഓരോ വാക്കൻസി ലിസ്റ്റിംഗ് ആണ്. 13,735 എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിൽ നമുക്ക് കേരള നോക്കാം. കേരള എന്ന് പറയുന്നത് കണ്ടോ, തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു റീജിയണൽ സെന്ററിൽ വെച്ചിട്ടാണ് പറയുന്നത്. കേരളയിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ 426 വേക്കൻസിയാണ്. കേരളയുടെ വാക്കൻസി 426 വേക്കൻസിയാണ് കേട്ടോ. 426. ലക്ഷദ്വീപും അതിൽ ഉൾപ്പെടുന്നതാണ്. 2 വേക്കൻസി ലക്ഷദ്വീപിന്. ഓക്കെ, അപ്പൊ 426 വേക്കൻസിയാണ് കേരള എന്ന് പറയുന്ന റീജിയൻ ബേസ് ചെയ്ത് SBI ക്ലർക്കിന് വിളിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. തമിഴ്നാടും ഇവിടെ നമുക്ക് തമിഴ്നാട് ചെന്നൈ കണ്ടോ, ചെന്നൈ തമിഴ്നാട് എന്ന് പറയുന്നത് 336 വേക്കൻസിയാണ്. ഏകദേശം കേരളയ്ക്കാണ് കൂടുതൽ വേക്കൻസി തമിഴ്നാടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വാക്കൻസീസ് 426 വേക്കൻസി ആണെന്ന കാര്യം കൃത്യമായി ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പഠിക്കുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അറിയണ്ടേ, നമുക്ക് ഏത് ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കും, അല്ലാതെ ഇപ്പോൾ അക്കൗണ്ടൻസി ആണ് ബാങ്കിങ് പഠിക്കണം എന്നൊന്നുമില്ല. ഏത് ഗ്രാജുവേറ്റ്സിന് വേണമെങ്കിലും ഇതെന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരുന്നാൽ മതി. നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ 3 വർഷത്തിന്റെ ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനൽ ഇയർ സ്റ്റുഡൻസിന്, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈ ആയി വരുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഫൈനൽ ഇയർ സ്റ്റുഡൻസ് മേ അപ്ലൈ പ്രൊവൈഡഡ് ദേ ക്യാൻ പ്രസന്റ് പ്രൂഫ് ഓഫ് ഗ്രാജുവേഷൻ. നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയെന്നുള്ള പ്രൂഫ് എപ്പോൾ കാണിക്കണം, അല്ലെങ്കിൽ സെലക്ട് ആവുന്ന ടൈമിൽ നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവാറായി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാനുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ്, നമുക്ക് പിന്നെ വരുന്നത് ഒരു മെയിൻ തടസ്സം എന്ന് പറയുന്നത് എപ്പോഴും ഏജ് ആണ് അല്ലെ. അപ്പൊ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളുക. ഏജ് ലിമിറ്റ് 1/4/2024 1/4 നമ്മൾ നോക്കുന്നത്. ഓക്കെ, 1/4/2024 നോക്കുന്നത്. അത് വെച്ച് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നെയാണ്. ജസ്റ്റ് നോക്കിക്കോളുക. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് 20-നും 28 വയസ്സിനും ഇടയ്ക്കായിരിക്കണം എന്നാണ് പറയുന്നത്. 20-നും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഇനി അടുത്ത് 2/4/1996-നും 1/4/2004-നും ഇടയിലുള്ളവരാണ് നിങ്ങളെങ്കിൽ ജനിച്ച ടൈം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2/4/1996-നും 1/4/2004-നും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഡേറ്റ് നോക്കേണ്ടത് 1/4/2024 ആണ് കേട്ടോ. 2024 ആണ്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ടൈം ലൈൻ നോക്കേണ്ടത്. ഇനി അടുത്ത റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റിന്റെ റിലാക്സേഷൻ ആണ്. ഇവിടെ 28 വയസ്സ് വരെ പറയണമെങ്കിൽ SC/STക്ക് +5 ഇയേഴ്സ് ഉണ്ടായിരിക്കും. OBCക്ക് ആണെങ്കിൽ 3 ഇയേഴ്സ് ഉണ്ടായിരിക്കും. ഇനി PWD കാറ്റഗറി, ഡിസബിലിറ്റി കാറ്റഗറി ആണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ EWSലാണ് വരുന്നതെങ്കിൽ 10 വർഷം, SC ആണ് ST ആണെങ്കിൽ 15 വർഷം, PWD ഡിസബിലിറ്റി കാറ്റഗറി OBCയിലാണ് വരുന്നതെങ്കിൽ 13 വർഷത്തിന്റെ ഇളവുണ്ടായിരിക്കും. എക്സ് സർവീസ് മാനിന് +3 ഇയേഴ്സ് എന്ന് പറയുന്നത്, അവരുടെ ആക്ച്വൽ പീരീഡിൽ നിന്ന് +3 ഇയേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് എന്ത് വരുന്നത്, അവരുടെ സർവീസിങ് ടൈം, അവരുടെ ഒരു റിലാക്സേഷൻ വരുന്നത്. ഇനി അടുത്ത് വിഡോ ആയിട്ടുള്ളവർ, ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള വിമൻസ്, എന്ത് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, എന്താണ് റീമാരേജ് ചെയ്യാത്ത ഡൈവോഴ്സ് ആയി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 7 ഇയേഴ്സ് സബ്ജക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. 7 വർഷത്തിന്റെ റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിഡോസ് അല്ലെങ്കിൽ ഡൈവോഴ്സ്ഡ് വിമൻസിനൊക്കെ ഇങ്ങനത്തെ കുറേ ചാൻസ് തരുന്നുണ്ട്. 7 വയസ്സ് കൂടുതൽ തരുന്നുണ്ട്. 28 വയസ്സ് +7 എന്നുള്ള രീതിയിലാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ജനറലുകാർക്കും EWSകാർക്കും അപ്ലൈ ചെയ്യാം. 38 വയസ്സ് വരെ ഉള്ളവർക്ക് OBCന്ന് അപ്ലൈ ചെയ്യാം. 40 വയസ്സ് വരെ ഉള്ളവർക്ക് SC/STന്ന് അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് ആ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് കേട്ടോ. പിന്നെ എന്താണ്, SBIയുടെ തന്നെ അപ്രന്റീഷിപ്പ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ, ട്രെയിൻഡ് അപ്രന്റീസ് നമ്മൾ പറയുമല്ലോ, ട്രെയിനിങ് ഉണ്ടായിരിക്കുമല്ലോ. അപ്രന്റീഷിപ്പ് വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ SBIയുടെ തന്നെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് SC/STക്ക് ആണെങ്കിൽ 6 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് ആണെങ്കിൽ 4 വർഷത്തിന്റെ റിലാക്സേഷൻ, ജനറൽ അല്ലെങ്കിൽ EWSനാണെങ്കിൽ 1 വർഷത്തിന്റെ റിലാക്സേഷൻ കൂടെ അവർ തരും. SBIയുടെ ട്രെയിനിങ് അപ്രന്റീഷിപ്പ് അറ്റൻഡ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യമാണ് റിലാക്സേഷൻ എന്ന രീതിയിൽ വരുന്നത് കേട്ടോ. റിലാക്സേഷൻ എന്ന രീതിയിൽ വരുന്നത് നമ്മുടെ ലാംഗ്വേജ് മീഡിയം എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ
SBI ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് മീഡിയം ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട് കേട്ടോ. കേരളക്കാർക്കുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻസ് ഉണ്ട്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. 3 സ്റ്റേജിലൂടെയാണ്, 2 മെയിൻ സ്റ്റേജസ് ആണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? പ്രിലിംസും മെയിൻസും എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കുമല്ലോ, അത് മലയാളത്തിലും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മലയാളത്തിൽ എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മലയാളത്തിലും ഉണ്ട്, ഹിന്ദിയിലും ഉണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഉണ്ട്. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. ഇനി മലയാളം വേണമെന്നുള്ളവർക്കും മലയാളവും ലാംഗ്വേജ് ആയിട്ട് ഉണ്ടെന്നുള്ളൊരു കാര്യം ആലോചിക്കുക കേട്ടോ. ഇനി അടുത്ത പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് ഉണ്ട്, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം അടുത്തടുത്ത് തന്നെ നടക്കും. ലാംഗ്വേജ് പ്രൊഫഷ്യൻസി അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളം സംസാരിക്കാൻ നമുക്കറിയാമല്ലോ, എഴുതാനും വായിക്കാനും എല്ലാം അറിയാമെന്നുള്ളവരാണെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ ക്വാളിഫൈ ആവും. അതുകൊണ്ട് തന്നെയാണ് നോ ഇന്റർവ്യൂ റൗണ്ട് ആണ്. ഒരു ഇന്റർവ്യൂ ഇല്ല. നിങ്ങൾ മെയിൻസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. ബേസ്ഡ് ഓൺ ദ കാൻഡിഡേറ്റ്സ് പെർഫോമൻസ് ഇൻ ദ മെയിൻസ് എക്സാമിനേഷൻ, ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് സബ്ജക്ട് ടു ദ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും. ചെറിയ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് വരും. നിങ്ങളുടെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം ശരിയാണോ, മെഡിക്കലി നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളൊരു കാര്യം മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. അപ്പോൾ അത്രയാണ് അവിടെ വരുന്നതെന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ സ്റ്റേജ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രിലിംസ് ഏറ്റവും ഫസ്റ്റ് എക്സാമിനേഷൻ ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, 30x1 1 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. 1/4 ആണ് നെഗറ്റീവ് കേട്ടോ. 1/4 ആണ് നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോകും. 4 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും. ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. അപ്പം മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. നമുക്ക് പറ്റുന്ന കാര്യമല്ലേ, ബാങ്കിങ് സെക്ടറിൽ എപ്പോഴും അത് തന്നെയാണ് പ്രിലിംസ് ആയിട്ട് വരുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ചെയ്യാൻ പറ്റുന്നതാണ്. 30, 35, 35 എന്ന രീതിയിൽ 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് വീതമാണ് വരുന്നത് കേട്ടോ. അതിന് ഓരോ സെക്ഷനും ടൈം തന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആണ് ഇംഗ്ലീഷ്, 20 മിനിറ്റ് ആണ് മാത്സ്, 20 മിനിറ്റ് ആണ് റീസണിങ്. ആ ഒരു രീതിയിൽ തന്നെയാണ് 1 മണിക്കൂർ ടൈമിൽ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 100 ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് മെയിൻസ് എക്സാമിനേഷൻ പാറ്റേൺ വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്, ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ജനറൽ നോളജ് തന്നെയാണ്, പക്ഷേ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അത് കഴിഞ്ഞ് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. റീസണിങ്ങും കമ്പ്യൂട്ടറും കൂടെ ഒരുമിച്ച് കയറി വരും. അത് കഴിഞ്ഞ് മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ്. ബാക്കിയെല്ലാം സെയിം സബ്ജക്റ്റ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വരുന്നത് ജനറൽ നോളജിൽ തന്നെ ഏതാണ്, നമ്മുടെ ഫിനാൻസ് സെക്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ഫിനാൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്, മാത്സ് ആണ്. മാത്സ് 50 ക്വസ്റ്റ്യൻസ്, ജനറൽ ഇംഗ്ലീഷ് 40 ക്വസ്റ്റ്യൻസ്, റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 50 ക്വസ്റ്റ്യൻ. ടോട്ടലി 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്. ഇതിനും എങ്ങനെയാണ് അവർ മാർക്കിംഗ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1/4 നെഗറ്റീവും 1 മാർക്ക് 1 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എന്തായാലും 1/4 ആണ് നെഗറ്റീവ് എന്നുള്ള കാര്യം ആലോചിക്കുക. 4 ക്വസ്റ്റ്യൻ തെറ്റിയ 1 മാർക്ക് പോകും. 0.25 ആണ് നെഗറ്റീവ് എന്നുള്ള കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതിനും സെക്ഷൻസ് തന്നിട്ടുണ്ട്. 2 hours 40 minutes എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, ഇതിന്റെ പാറ്റേൺസ് വരുന്നത്. 2 മണിക്കൂർ 40 മിനിറ്റുമാണ് ടൈം തരുന്നത്. നിങ്ങൾക്ക് ടോട്ടലി അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 190 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് ഏത് SBI ക്ലർക്ക് എന്ന് പറഞ്ഞത്. നമുക്ക് വേണേൽ റീസണിങ് ആയാലും മാത്സ് ഒക്കെ കുറച്ചൊന്ന് ബാങ്കിങ് ലെവലിലായിരിക്കും. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നോർമലി SSC RRB പഠിക്കുന്ന പോലെ ആയിരിക്കില്ല, ബാങ്കിങ് സെക്ടറിന്റെ രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാങ്കിങ്ങിന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിശ അക്കാഡമി കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ബാങ്കിങ് സെക്ടറിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് ഒരുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതും കൃത്യമായി മനസ്സിലാക്കുക. ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ച് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ പ്രിലിംസ് മെയിൻസ് ക്വാളിഫൈ ആയാൽ നിങ്ങൾ SBI ക്ലർക്ക് ആവാനുള്ള എല്ലാ യോഗ്യതയിലും ആയിക്കഴിഞ്ഞു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ബ്ലർ ആവുന്നുണ്ടല്ലേ. ഇനി അടുത്ത് നമ്മുടെ അപ്പോയിൻമെന്റ് ഫീസ് എന്ന് പറയുന്നത്, ഫീസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ജനറൽ OBC EWS കാറ്റഗറിക്ക് 750 രൂപയാണ് ഫീസ് വരുന്നത്. 750 രൂപയാണ് നമ്മുടെ ജനറൽ EWS OBC കാറ്റഗറിക്ക് വരുന്നത്. SC ST PWDക്ക് എന്താണ്, നില്ലാണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ബാക്കിയുള്ളവർക്കെല്ലാം 750 രൂപയാണ്. ബാങ്കിങ് സെക്ടറിന് പൊതുവെ എന്താണ് ഇങ്ങനത്തെ ഫീസ് അത്യാവശ്യം കൂടുതൽ തന്നെയാണ്. 750 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഓക്കെ, 750 രൂപയാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത സാലറിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ SBI ക്ലർക്കിന്റെ സാലറി സ്ട്രക്ചർ നോക്കിയാൽ ശ്രദ്ധിച്ചറിയാം. ബേസിക് പേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ബേസിക് എന്ന് പറയുന്നത് അവരുടെ 26,000 രൂപയാണ് ബേസിക് പറയുന്നതെങ്കിലും
ഓരോ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്, ബാങ്കിങ് സെക്ടർ ആണ്, അതിന്റെ ഓരോ അലവൻസ് വന്നു കഴിയുമ്പോൾ നെറ്റ് പേ എന്ന് പറയുന്നത് കണ്ടോ 41,000 എന്നുള്ള രീതിയിലേക്ക്, ഗ്രോസ് പേ ശരിക്കും 44,000 വരെ എത്തുന്ന ഒരു സാലറി റേഞ്ചിങ് ആണ്. ഏകദേശം 40,000+ എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ സാലറി പാക്കേജിങ് വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, തുടക്കം 26,000 നിന്ന് ക്ലറിക്കൽ പോസ്റ്റ് ആണ്, അതുകൊണ്ടാണ് 26,000 നിന്ന് തുടങ്ങി ഏകദേശം 45,000 വരെ എത്തുന്ന ഒരു സാലറി പാക്കേജിങ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇത് എപ്പോഴും എന്ത് ചെയ്യുക, ഓരോ രീതിയിൽ ആ ചേഞ്ചസ് ഉണ്ടാവും. ഡിയർനെസ് അലവൻസ് ആയാലും ഓരോ അലവൻസ് മാറുന്നതിനനുസരിച്ച് സാലറിയും കൂടി തന്നെ ആയിരിക്കും വരുന്നത്. ഒരിക്കലും കുറഞ്ഞു പോകത്തില്ലല്ലോ, കൂടി തന്നെ ആയിരിക്കും വരുന്നത്. മാത്രമല്ല പ്രൊമോഷൻസ്, ഇന്റേണൽ പ്രൊമോഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്റേണൽ എക്സാമിനേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയാണ് വരുന്നത്. സാലറിയും ആപ്ലിക്കേഷൻ ഫീസും മനസ്സിലാക്കുക, 750 രൂപയാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് sba.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. sba.co.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. sba.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, https ബാങ്ക് SBI വെബ് കരിയേഴ്സ് കറണ്ട് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണും. എന്തിൻ്റെയാണ്? SBI ക്ലറിക്കലിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. CRPD എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഇത് കാണും. അതിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മതി കേട്ടോ, ബിഫോർ ഫൈനൽ സബ്മിഷൻ. എന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ചോദിക്കും. എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും എല്ലാം കൃത്യമായിട്ട് വയ്ക്കുക. OBC കാരാണെങ്കിൽ NCLന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ, OBC നോൺ ക്രീമി ലെയറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഒന്ന് വെരിഫൈ ചെയ്തോണം, കറക്ഷൻ ഒന്നും ഉണ്ടാവാതെ മാക്സിമം കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 750 rupees പേ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ നമ്മൾ ഇതിന്റെ PDF പിൻ ചെയ്തിട്ടുണ്ട്, അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റീജിയണൽ നമുക്ക് എക്സാം സെന്റേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോടുണ്ട്, തൃശ്ശൂർ ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, കൊച്ചി ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത്യാവശ്യം എല്ലാ സ്റ്റേറ്റ്സിനും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഏകദേശം ഉണ്ട് കേട്ടോ. ഒരു 10-11 ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കേരളയിൽ നിന്ന് തന്നെ ഉണ്ട്. അതുകൊണ്ട് എക്സാം സെന്ററിന്റെ കാര്യത്തിലൊന്നും ആരും പേടിക്കൊന്നും വേണ്ട. അപ്പൊ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ PDF എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ എന്താണ്, നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാം നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് പറ്റും എന്ന് ഉറപ്പുള്ളവർ എന്ത് ചെയ്യുക, 750 rupees മുടക്കി തന്നെ എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ചുമ്മാ പഠിക്കാതെ ചുമ്മാ പോയി എഴുതാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു എക്സാമിനേഷൻ അല്ല SBI എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാങ്കിങ് സെക്ടറിൽ എക്സാമിനേഷൻ. റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ഒക്കെ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയായിട്ടുള്ള പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഇത്തരം വാക്കൻസി വന്നതുകൊണ്ട് തന്നെ അത് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.